എല്ലാവർക്കും മക്കളുണ്ടപ്പ. ഓരോരുത്തരെല്ലാം പറയുന്ന കേൾക്കും, മക്കൾ അത് ചെയ്ത്, മക്കൾ ഇത് ചെയ്ത്. ഇവിടെ അനക്കുണ്ട് ഒരു കുരിപ്പ്, ഒരു വാഗക്കാളിനെ കൊണ്ട് ഒരു കൊട്ട തുണിയുണ്ട് ഇതിൻ്റെ ഉള്ളില്. ഇതൊന്നും മടക്കി വെക്കേ. ഈ വെള്ളയെല്ലാം എന്നാ വേണ്ടത്? എത്ര എത്ര ഡ്രസ്സാണ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കൃഷ്ണ. അനക്കല്ലേ ഈ പ്രായത്തിൽ ഒന്നോ രണ്ടോ ഉണ്ടായിട്ടുള്ളൂ. ഇതിനെത്രയാണ്? എന്നാ എവിടെയെങ്കിലും പോകുമ്പോ ഇടുന്നതോ പൊയ്ത്തെ, ആരിക്കും വേണ്ടാത്ത വീട്ടിൽ തുണി തുടക്കുന്നതിന് പോലും ഇതിനേക്കാളും നല്ല വൃത്തിയുള്ളതായിരിക്കും. ഓളെ മോളില് രാവിലെ 4 മണിക്കോ 5 മണിക്കെല്ലാം എഴുന്നേക്കും. ഈടെ എൻ്റെ ഓള് മൂട്ടില് വെളിച്ചെത്തിയാ പോലും എണീക്കൂല. 15 എനിക്ക് എണീറ്റ് ചായ നോക്കും. ഞാൻ ചാരായ കൊടുക്കണ്ട. എന്തെല്ലാം സാധനം ഉണ്ട്, ഒന്നും വകക്കിതിനൊക്കെ ഉള്ളൂല്ലോ. എന്ത് 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 കഷ്ടം ഞാൻ ചെയ്തിന് എൻ്റെ അമ്മേ. എണീക്കുകയില്ല, പല്ലിക്കുകയില്ല, കുളിക്കുകയില്ലയോ എൻ്റെ അപ്പ. ഇങ്ങനത്തെ സാധനത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു ഉളുപ്പും ഒരുമയില്ലാത്തൊരു സാധനം. എന്തെല്ലാം ഉണ്ട്. അന്ന് ആ പെണ്ണുങ്ങൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുന്നതാണ്, അതിന് പോയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. 24 മണിക്കൂർ നോക്കി 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 അങ്ങനെ ഇവളെ ഉണ്ടല്ലോ, ഇവളെല്ലാം ഞാൻ വിളിച്ചാ വരുന്ന സ്വഭാവം പിന്നെ പണ്ടേ ഇല്ല. എത്ര പ്രാവശ്യം വിളിക്കണം, വിളിക്കുന്ന അനക്ക് പിരാന്താവും. ഏടിയാന്നിവള്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഒരു വെത്തിലി വയൽ ചുണ്ണാമ്പും പരക്കുന്ന പോലെ അതിലിങ്ങനെ തോണ്ടി അങ്ങിരിക്കും. മടുക്കുന്നില്ലോളി. ഓളെ അച്ഛനമ്മയുണ്ട് ഇതൊന്നും അതിൻ്റെ ഉള്ളില്. അവസാനം നീ ചെയ്യുന്നു. നീ ആ കസേലേൻ്റെ മുകളിൽ എനിക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ അറിയില്ല. ആ കസേലേൻ്റെ മുകളിൽ ഇരുന്നാൽ കാല് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇനി ഈട് വെക്കണ്ട, തലയിൽ വെച്ചോ കാല്. കുറച്ചാക്കണ്ട. പെൺപിള്ളേരാകുമ്പോ കുറച്ച് അടക്കം ഒതുക്കും. ഒരു കസേലയിൽ ഇരിക്കുന്ന ഇരുത്ത ഇത്. ആ കാല് താത്തി വെച്ച് മര്യാദയ്ക്ക് ഇരിക്കാൻ അറിയില്ല. പോയാലും കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് സുൽത്താൻമാർ പോലെ ഇരുന്നോളൂ. കാല് താത്തി വെക്കണേ ആടുന്നു. ആരും കയറ്റിയിട്ടാണെന്നോ വിചാരിക്കുവോ? കാലും കയറ്റി വെച്ചിട്ട് തലേൻ്റെ മുകളിൽ ഇട വെക്ക്.